ഒരേ മാർക്കറ്റിൽ വിൽക്കുന്ന രണ്ട് തരം പേന. അതില് ഒരു പേനയുടെ വില കൂടുതലും ഒരു പേനയ്ക്ക് വില കുറവും. ഇതെന്താ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടാണ് ഗുഡ് വില്ലിന്റെ പ്രാധാന്യം വരുന്നത്. എന്ത് ഗുഡ് വില്ല്? എന്താ ഗുഡ് വില്ല്? ഗുഡ് വിൽ ഈസ് ദ വാല്യൂ ഓഫ് ദ റെപ്യൂട്ടേഷൻ ഓഫ് എ ഫേം ടു മേക്ക് എ ഹയർ പ്രോഫിറ്റ്. ഒന്നുകൂടെ പറയടാ, ഗുഡ് വിൽ ഈസ് ദ വാല്യൂ ഓഫ് ദ റെപ്യൂട്ടേഷൻ ഓഫ് ഫേം ടു മേക്ക് എ ഹയർ പ്രോഫിറ്റ്. ഒരു സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷനെ സൂചിപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഗുഡ് വില്ല്. ഈ റെപ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ എന്ത് കൂട്ടാൻ വേണ്ടി പറ്റും? നിങ്ങളുടെ ബിസിനസിന്റെ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു എക്സാമ്പിൾ പറയുവാന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇത് സാധാ ഒരു പേന, ഇത് സെല്ലോ പിൻ പോയിന്റിന്റെ പേന. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേനല്ലടാ സെല്ലോ പിൻ പോയിന്റ്. ദാറ്റ് മീൻസ് എന്താ? അതിനൊരു റെപ്യൂട്ടേഷൻ ഉണ്ട് അല്ലേ? ദാറ്റ് മീൻസ് അതിനൊരു ഗുഡ് വിൽ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 3 രൂപയുടെ പേന വാങ്ങിക്കോ അതോ നമ്മൾ സെല്ലോ പിൻ പോയിന്റ് വാങ്ങിക്കോ? ഉറപ്പായിട്ട് സെല്ലോ പിൻ പോയിന്റ് വാങ്ങിക്കും. അപ്പൊ എന്താ, ഇതിന് കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും നമുക്ക് വാങ്ങിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. സോ ഗുഡ് വിൽ ഈസ് എ റെപ്യൂട്ടേഷൻ ടു ദ ഫേം ടു മേക്ക് എ ഹയർ പ്രോഫിറ്റ്.